എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസത്തിലേക്കും നമ്മുടെ വീഡിയോയിലേക്കും നമ്മുടെ ചാനലിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു തൊപ്പി എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഒരു കുപ്പിയുടെ അടപ്പ് വേണം, അതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ്, പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ. ഞാൻ എടുത്തിരിക്കുന്നത് അരിച്ചാക്കിൻ്റെ കവറിൻ്റെ ഒരു ചെറിയ പീസാണ്. അത്ര സാധനങ്ങൾ. പിന്നെ നമ്മൾക്ക് ചണത്തിൻ്റെ നൂലുണ്ടല്ലോ, നമ്മൾ സാധനങ്ങളൊക്കെ വീട്ടിൽ കെട്ടി മേടിച്ചുകൊണ്ട് വരുന്ന ആ നൂലും വേണം. പിന്നെ നമുക്ക് ഗം വേണം, അതുപോലെ തന്നെ ബ്രഷ്, അതുപോലെ പെയിൻറ്റ്, അത്ര സാധനങ്ങൾ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സിസർ, ഇത്ര സാധനങ്ങളൊക്കെയാണ് നമ്മൾ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞാനിങ്ങനെ റൗണ്ടിൽ അതിങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് അതിങ്ങനെ വെട്ടിയെടുത്തു. അപ്പോൾ എന്നിട്ട് അത് കൂട്ടി ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കുപ്പിയുടെ അടപ്പ് ആ കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം എന്നാലേ അത് ശരിയായിട്ട് ഒട്ടിപ്പിടിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചണത്തിൻ്റെ നൂലിൽ നമ്മൾ ആ ഫെവിക്കൊക്കെ ഒട്ടിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് സ്റ്റിഫാക്കിയിട്ട് അതിങ്ങനെ വട്ടത്തിൽ ചുറ്റി നമ്മൾ ആ കുപ്പിയുടെ അടപ്പിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫെവി ബോണ്ട് തേച്ച് അത് അതിൽ ഫിക്സ് ചെയ്ത് വട്ടത്തിൽ ചുറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ആ ചണത്തിൻ്റെ നൂല് മുഴുവൻ ചുറ്റിയെടുത്ത ശേഷം ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കളർ, അക്രൈലിക് കളറോ വാട്ടർ കളറോ എന്ത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു പീസ് ചണത്തിൻ്റെ നൂലിൽ കുറച്ച് ഫെവിക്കോൾ തേച്ച് ഇങ്ങനെ നേരെയാക്കിയതിന് ശേഷം അതിൽ യെല്ലോ കളർ പെയിൻ്റ് അടിച്ചെടുക്കുക. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ തൊപ്പിയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് കെട്ടിവെക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആ തൊപ്പിയുടെ മുകൾ ഭാഗത്ത് വയ്ക്കാൻ ഒരു പൂവാണ്. അപ്പം നമ്മളൊരു ഉണങ്ങിയ വാഴയുടെ പീസ് ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം ഞാൻ ഇത് കാണിക്കുന്നത് പോലെ എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണമൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും. അപ്പോൾ അതിങ്ങനെ വലിച്ചെടുത്തിട്ട് അതിങ്ങനെ ചുരുട്ടി സൈഡിലേക്ക് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ഫെവി ബോണ്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഒട്ടിയിരിക്കത്തുള്ളൂ.
അതിനുശേഷം നമ്മുടെ ഈ കുഞ്ഞു പൂവിൽ ഏതെങ്കിലും ഒരു കളർ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫെവി ബോണ്ട് ഉപയോഗിച്ച് തന്നെ ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തൊപ്പിയുടെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.